എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന പാഠം. ഇവിടെ നമ്മൾ ചിത്രത്തിൽ കുറച്ച് ത്രികോണങ്ങൾ കാണുന്നുണ്ട്. അതിൽ ത്രികോണങ്ങൾ വരയ്ക്കാൻ എല്ലാവർക്കും ഒരു പ്രത്യേക അളവ് വന്ന ത്രികോണങ്ങൾ വരയ്ക്കാൻ എല്ലാവരും 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന അളവിലുള്ള ത്രികോണമാണ്. വ്യത്യസ്ത രീതിയിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വ്യത്യസ്ത അളവിലെടുത്ത് വരച്ചാലും, അതായത് ഒരേ അളവുകൾ വ്യത്യസ്ത രീതിയിലെടുത്ത് വരച്ചാലും ത്രികോണം സെയിം തന്നെയായിരിക്കും. അത് ചിത്രം തിരിച്ചു വെച്ച പോലെയല്ല ഉണ്ടാവുക. അതായത് ഈ ആദ്യത്തെ 2 ത്രികോണം നോക്കുന്നത് മനസ്സിലാവും, ഇത് നേരെ തിരിച്ചു വെച്ചതാണിത്. അതുതന്നെയാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകൾ എന്തായിരിക്കും? തുല്യമാണെന്ന് പറയുന്നത്. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമാണ്. നേരത്തെ നമ്മൾ വരച്ച ത്രികോണം പോലെ തന്നെയാണ് ഇത് പറയുന്നത്. എല്ലാ ത്രികോണത്തിൻ്റെ വശങ്ങൾ തുല്യമല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോണം തുല്യമായിരിക്കുമെന്ന് പറയാൻ പോകുന്നു. നോക്കാം നമുക്ക്. ഇവിടെ 2 ത്രികോണം പറഞ്ഞിട്ടുണ്ട്. ABC എന്ന് പറയുന്നത് PQR. AB 3 സെൻറ്റിമീറ്റർ, അതിന് തുല്യമായ PQRലെ വശം എന്ന് പറയുന്നത് PR ആണ്. അതുപോലെ BC 6 സെൻറ്റിമീറ്റർ, അതിന് തുല്യമായിട്ടുള്ളത് PQ. AC 5 സെൻറ്റിമീറ്റർ, അതിന് തുല്യമായത് QR. അപ്പോൾ ത്രികോണം ABCയിലെ ഓരോ കോണും എന്നാണ് ത്രികോണം PQRലെ ഏതെങ്കിലും ഒരു കോണിനോട് തുല്യമായിരിക്കുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഏത് കോണാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഏറ്റവും വലിയ കോണെന്ന് പറയുന്നത്, അപ്പോൾ ഈ ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണെന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന വശത്തിന് എതിരെയുള്ള കോണായിരിക്കും. അതായത് ആംഗിൾ A. ഈ ചിത്രം പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ആംഗിൾ R ആയിരിക്കും ഏറ്റവും വലിയ കോൺ. ഇനി ഇടത്തരം കോൺ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററിന് എതിരെയുള്ള കോണായിരിക്കും. 5 സെൻറ്റിമീറ്റർ എതിരെ. അതുപോലെ ഏറ്റവും ചെറിയ കോൺ എന്ന് പറഞ്ഞാലോ 3 സെൻറ്റിമീറ്ററിന് എതിരെയുള്ള കോൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാം ഏറ്റവും വലിയ കോൺ അപ്പോൾ ഏതാ? നമ്മൾ പറഞ്ഞു R-ന് എതിരെയാവാം. ആംഗിൾ Aക്ക് തുല്യമാണ് ആംഗിൾ R, വലിയ കോൺ. ഇനി ഇടത്തരം കോണുകൾ ഏതിൽ? 5 സെൻറ്റിമീറ്റർ എതിരെ കോൺ B സമം കോൺ P. അതുപോലെ ഏറ്റവും ചെറിയ കോൺ 3-നെതിരെ കോൺ C സമം കോൺ Q. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് എങ്ങനെ പറയാം? ഒരു ത്രികോണത്തിലെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണും തുല്യമാണ്. അതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണ് തുല്യമാണ്. ഒരു ത്രികോണത്തിലെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രവർത്തനം നോക്കാം. ചുവടെയുള്ള ഓരോ ജോഡി ത്രികോണത്തിലും 1-ാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ 2-ാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ജോഡി നോക്കൂ. ഇത് LM എന്ന് പറയുന്ന ത്രികോണം 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. XYZ 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3. ഇത് തുല്യമായ കോൺ കണ്ടെടുത്താനാണ് പറയുന്നത്. അപ്പോൾ LMലെ ഏറ്റവും വലിയ കോൺ എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ എതിരെ ആംഗിൾ L. ആംഗിൾ Lനെതിരെയുള്ള XYZലെ കോൺ ഏതായിരിക്കും? 4-നെതിരെ ഏതാ? ആംഗിൾ Y. അതുപോലെ അടുത്തത് 3 സെൻറ്റിമീറ്റർ ഇടത്തരം കോൺ 3 സെൻറ്റിമീറ്റർ എതിരെ എന്ന് പറഞ്ഞാൽ ആംഗിൾ N. ആംഗിൾ Nന് തുല്യമായ കോണായിരിക്കും ഇവിടെ 3-ന് എതിരെ ആംഗിൾ X. ഇവിടെയോ 2-നെതിരെ എന്ന് പറയുമ്പോൾ ആംഗിൾ M. ആംഗിൾ Mനെതിരെയുള്ള കോണ് 2 സെൻറ്റിമീറ്ററിന് എതിരെ ആംഗിൾ Z. ഓക്കെ. ഇനി അടുത്ത ജോഡി നോക്കിയേ. 3.6, 2. ഇവിടെ ഏറ്റവും വലുത് ഏതാ? 3.6. 3.6 എന്ന് പറഞ്ഞാൽ ആംഗിൾ C. ആംഗിൾ Cക്ക് തുല്യമായത് 3.6-നെതിരെ ആംഗിൾ Q. ഇവിടെയോ 3 സെൻറ്റിമീറ്ററിനെതിരെ ആംഗിൾ Aക്ക് തുല്യമായത് 3-നെതിരെയുള്ള കോണ് ആംഗിൾ R.
ഇനി ഇവിടെ ഏതാ കണ്ടുകൊണ്ടാണ് ആംഗിൾ ബിക്ക് തുല്യമായ കോണ് ആംഗിൾ പി. ഇത് പറഞ്ഞാൽ ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം, ചുവടെ വരച്ചിരിക്കുന്ന രണ്ട് ത്രികോണങ്ങളിൽ എ ബി ഈക്വൽ ടു ക്യു ആർ, എ ബി ഈക്വൽ ടു ക്യു ആർ, അതുപോലെ ബി സി ഈക്വൽ ടു ആർ പി, സി എ ഈക്വൽ ടു പി ക്യു ആണെങ്കിൽ ആംഗിൾ എ ബി സിയിലെ കോൺ സിയും ട്രയാങ്കിൾ പി ക്യു ആറിലെ എല്ലാ കോണും കണക്കാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ത്രികോണത്തിലെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എ ബി ക്യു ആറിന് തുല്യമാണെന്ന് പറയുമ്പോൾ എ ബിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കോണ് സി ആണ്. ഈ സി അറിയില്ല. സി എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 150 40 60 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോൺ കണ്ടുപിടിക്കുക, ഇത് രണ്ടും കൂട്ടുക, 100, 150 100 കുറക്കുക, 150 100 കുറച്ചാൽ ആംഗിൾ സി കിട്ടും. ആംഗിൾ സി എത്രയാണ്? അപ്പോൾ 180 മൈനസ് 100 എത്രയാണ്? 80 ഡിഗ്രി. ഓക്കെ, ഇത് കിട്ടി. ഇനി പി ക്യു ആറിലെ എല്ലാ കോണും, അപ്പോൾ എ ബിക്ക് തുല്യമാണ് ക്യു ആർ എന്നല്ലേ പറഞ്ഞത്. എ ബിൻ്റെ എതിരെയുള്ള കോണ് സി എത്രയാണ് കണ്ടുപിടിച്ചാൽ നമ്മൾ 80 ഡിഗ്രി. അപ്പോൾ ക്യു ആറിനെതിരെയുള്ള കോൺ പി എന്താണ്? 80 ഡിഗ്രി ആയിരിക്കും. ഇനി ബി സിക്കെതിരെയുള്ള കോൺ ഏതാ? 40 ഡിഗ്രി. ബി സി ആർ പിക്ക് തുല്യമാണ്. അപ്പോൾ ആർ പിക്കെതിരെയുള്ള കോണ് ക്യൂ എത്രയാണ്? 40 ഡിഗ്രി. അടുത്ത കോണ് സി എക്കെതിരെയുള്ള കോണ് ബി 60 ഡിഗ്രി. അത് എന്താ? പി ക്യൂന് തുല്യമാണ്. അപ്പോൾ പി ക്യൂനെതിരെയുള്ള കോണ് ആർ എത്രയാണ്? 60 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം, ചുവടെ വരച്ചിരിക്കുന്ന രണ്ട് ത്രികോണങ്ങളിൽ എ ബി എന്ന് പറയുന്നത് എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു പി ക്യു, സി എ ഈക്വൽ ടു ആർ പി. ഇങ്ങനെയാണെങ്കിൽ രണ്ട് ത്രികോണത്തിന് ബാക്കി കോണ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിലെ ഒരു കോണ് തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ബാക്കി കോണ് കണ്ടുപിടിക്കണം. അതുപോലെ പി ക്യു ആറിൽ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. എ ബി എന്താ? ക്യു ആറിന് തുല്യമാണ്. അപ്പോൾ എ ബിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കോണായിരിക്കും സി എന്ന് പറയുന്നത് ക്യു ആറിൻ്റെ പി എന്ന് പറയുന്ന കോണിന് തുല്യമായിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ബി സി എന്ന് പറയുന്നത് പി ക്യൂവിന് തുല്യമാണ്. ബി സിൻ്റെ എതിരെയുള്ള കോൺ ഏതാ? എ അല്ലേ? ബി സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോണ് എ ആണ്. അത് പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോണായ ആറിന് തുല്യമാണ്. അപ്പോൾ ആർ എത്രയാണ്? 60 ഡിഗ്രി. ഇനി സി എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോണ് ബി ആണ്. ആർ പിയും സി എയും തുല്യമായതുകൊണ്ട് ആർ പിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോണ് 70. അപ്പോൾ 60ഉം 70ഉം. ഇനി ഇവിടെയുള്ള കോൺ എങ്ങനെ കണ്ടുപിടിക്കും? 60 70 130. 180 130 മൈനസ് ചെയ്യുക 50. അതുകൊണ്ട് പിയും എത്രയാണ്? 50. അടുത്ത നാലാമത്തെ ചോദ്യം, ചിത്രത്തിലെ ഒരു ചതുർഭുജത്തിലെ വികർണം അതിനെ രണ്ട് ത്രികോണങ്ങളായി ഭാഗിക്കുന്നതാണ്. ചിത്രം കാണുന്നില്ലേ? 4 3 2 ത്രികോണമായിട്ട് ഭാഗിച്ചു. ഒരു വികരണം വരച്ചപ്പോൾ ചതുർഭുജത്തിന് ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ കോണാണോ? എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ അത് നമുക്ക് ഈ ചതുർഭുജത്തിന് ഒരു പേര് കൊടുക്കാം. എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. അപ്പോൾ എ ബി 4 സെൻറ്റിമീറ്ററാണ്. എ ഡി 4 ആകുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണ് തുല്യമാണ്. എ ബിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോൺ രണ്ട് തുല്യം. ഇനി ഇവിടെ സി ഡി 3 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഈ കോണും ഇവിടെ ബി സി 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഈ കോണും തുല്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആംഗിൾ ബിയും ആംഗിൾ ഡിയും തുല്യമാണ്. അപ്പോൾ കോണുകൾ തുല്യമായിരിക്കും. എന്തുകൊണ്ടാണ് പറഞ്ഞത്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല, എന്തായിരുന്നു? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ചിത്രത്തിൽ എ ബി സി ഡി എന്ന ചതുർഭുജത്തിൽ എ ബി ഈക്വൽ ടു എ ഡി, സി ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ ബാക്കി കോണ് കണ്ടുപിടിക്കുക. ഇവിടെ ഒരു എ ബി എന്താ? എ ബി എന്ന് പറയുന്നത് എ ഡിക്ക് തുല്യമാണ്. അപ്പോൾ എ ബിന് നേരെ ഓപ്പോസിറ്റുള്ള കോണാണ് സി, 50 ഡിഗ്രി. ഇത് എ ഡിക്ക് തുല്യമാണ്. എ ഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ 50 ഡിഗ്രി. ഇനി സി ബി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള കോണ് ഇത്.
സി ഡി എന്താ? സി ഡിയും സി ബിയും തുല്യമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത്. അപ്പോൾ സി ബിക്ക് നേരെയുള്ള കോൺ 30 ഡിഗ്രി തുല്യമാണ്. 30ഉം 50ഉം കിട്ടി. അത്രയാ 80. 180 80 മൈനസ് ചെയ്താൽ 100 ഡിഗ്രി. അപ്പോൾ ഇവിടെയും ഓട്ടോമാറ്റിക്കായിട്ട് എന്താ 100 ഡിഗ്രി. അപ്പോൾ ചതുർഭുജത്തിലെ കോണുകൾ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഈ വിതരണങ്ങൾ എടുത്ത് മാറ്റുക. കോൺ എ എന്ന് പറയുന്നത് 30ഉം 30ഉം കൂട്ടുക എത്രയാണ്? 60 ഡിഗ്രി. കോൺ ബി എത്രയാ? 100 ഡിഗ്രി. കോൺ സി 50 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി 100 ഡിഗ്രി. കോൺ ഡി സമം 100 ഡിഗ്രി. ആഡ് ചെയ്ത് വെക്കുക. 100 100 200 300 360. കറക്റ്റ്. ഓക്കെ, ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം.